അസ്സലാമു വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇന്നത്തെ ഒരവസ്ഥയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് നമ്മൾ പത്രമാധ്യമങ്ങളിലൊക്കെ നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകളെ അറംകൊല ചെയ്യുന്ന ഒരവസ്ഥയിൽ ഒരുപാട് ഭർത്താക്കന്മാരുടെ പീഡനം സഹിച്ചുകൊണ്ട് നിൽക്കുന്നൊരവസ്ഥ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തു. പക്ഷേ ഇതൊക്കെ നയിക്കുന്നത് ഒരു കല്യാണത്തിന്റെ താല്പര്യമില്ലായ്മയിലേക്കാണ് സ്ത്രീകളെ ഇതൊക്കെ നയിക്കുന്നത്. ഇന്നത്തെ രീതിക്കനുസരിച്ചിട്ട് നോക്കുകയാണെങ്കിലും വളരെ കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് താല്പര്യം. അപ്പോൾ ഒരു റിപ്പോർട്ട് അനുസരിച്ച് 40 കൊല്ലം കൂടി കഴിഞ്ഞാൽ തീരെ അനുമതികരമായിട്ട് എത്ര ശതമാനം സ്ത്രീകൾക്ക് അവരുടെ ജോലിയിൽ അവർ സ്വന്തം കാലിൽ നിൽക്കാനായി പ്രാപ്തരായി എന്നുള്ള നിലക്ക് അപ്പോൾ കല്യാണത്തിന് തീരെ താല്പര്യം ഉണ്ടാവുകയില്ല. പൊതുവെ ആണുങ്ങളൊക്കെ വളരെ പ്രയാസം അനുഭവിക്കുമെന്നുള്ളതാണ്. കാരണം സ്ത്രീകള് സ്വന്തമായിട്ട് നിലനിൽക്കാൻ അവര് തൃപ്തിപ്പെടും എന്നുള്ളതാണ്. അപ്പൊ ഇതോടൊക്കെ വരുന്ന പ്രശ്നം എന്നുള്ളത് വ്യഭിചാരത്തിന്റെ ആധികാരികത വർദ്ധിക്കുമെന്നുള്ളതാണ്. അപ്പൊ ഇന്ന് എന്ന് പറയുന്നത് പൊതുവെ വ്യഭിചാരം എന്നുള്ളതൊക്കെ അതൊരു നിസ്സാരമായി കാണുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു കോലമാകും. കാരണം വ്യഭിചാരശാലകൾ അധികരിക്കുന്ന ഒരു കാലത്തും കാരണം ഇങ്ങനത്തെ സ്ത്രീകൾ പിന്നെ അതിനാശ്രയിക്കും. കാരണം നമുക്ക് അതിൻ്റെതായ സുഖം കിട്ടുന്നുണ്ടല്ലോ എന്ന് ആശ്രയിച്ചുകൊണ്ട് അവര് തീരുമാനമെടുക്കുകയും ചെയ്യും. നമ്മുടെ കാര്യം നടന്നാൽ മതിയല്ലോ, നമുക്ക് പണമുണ്ടല്ലോ എന്നുള്ള നിലക്ക് ചിന്തിക്കാൻ തുടങ്ങും. അപ്പൊ ഇത്തരത്തിലുള്ള മോശമായ ഒരു ചുറ്റുപാടിലേക്ക് ആരും നീങ്ങിപ്പോകും എന്നുള്ളത് ഭയക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ കല്യാണത്തിന്റെ ഒക്കെ പ്രായമായി കഴിഞ്ഞാൽ പരമാവധി നമ്മൾ അതിലേക്ക് സ്ത്രീകളൊക്കെ ആണെങ്കിൽ പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ ആ പ്രായമായി കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരുവിധം സേഫാണ് നമുക്ക് പറയാം. പക്ഷേ ഇന്നത്തെ ചില അവസ്ഥകൾ അപൂർവങ്ങളിൽ അപൂർവമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇങ്ങനെ ഓരോ കൊലകൾ നടക്കുന്നത് അതൊക്കെ കണ്ടമാനം നമ്മളിപ്പോൾ കേരളത്തിൽ കൂടുതൽ കേട്ടില്ല. പക്ഷേ ഇതൊക്കെ പ്രത്യേകം ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് വളരെ ഖേദകരം. ഇന്ന് പുരുഷന്മാർക്ക് സംസാരിക്കാനേ ഒരിടമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നൊരു കാലഘട്ടമായി മാറിയിരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അല്ലാഹു ഖൈർ മനസ്സിലാക്കുവാനും അതിന്റെ ആളുകളൊക്കെ പ്രവർത്തിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.